അവിടെ നമ്മുടെ പ്ലൈവുഡ് ഷീറ്റ് അടിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ നല്ല കുത്തുവർക്കുകളൊക്കെ നടത്തുന്നുണ്ടാവില്ലേ, അതൊക്കെ പിന്നെ എങ്ങനെ എടുക്കുക? പോയതിൻ്റെ നടുക്കുന്നത് അതൊക്കെ ശരിക്കും നമ്മുടെ ഡാക്ക് ഷീറ്റ് വെച്ചാൽ പോരെ, പിന്നെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് നമ്മുടെ പുറക്കാട്ടിരി ബ്രിഡ്ജിൻ്റെ വർക്കിലാട്ടാണ്. നമ്മുടെ കോഴിക്കോട് ഭാഗത്തുള്ള പുറക്കാട്ടിരി ബ്രിഡ്ജിൻ്റെ വർക്കിലാണ്. അപ്പോൾ ഇവിടുത്തെ വർക്കിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ പുറക്കാട്ടിരി ബ്രിഡ്ജ് ഏകദേശം സ്ലാബുകളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ. സ്ലാബുകൾ കേട്ടോ, അതായത് നമ്മുടെ ബോക്സ് ഗാർഡറിൻ്റെ മുകളിൽ ബോക്സ് ഗാർഡറിൻ്റെ വർക്കുകളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ റെഡിമെയ്ഡ് സ്ലാബുകളാണ്. ഇനി ബാക്കിയുള്ള സ്ലാബൊക്കെ ഇനി കോരപ്പുഴ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള കേട്ടോ. ഇവിടെ ഏകദേശം എടുത്ത് വെച്ച് കഴിഞ്ഞു തോന്നുന്നു. കഴിഞ്ഞ് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ മുകളിൽ സ്ലാബ് ആർക്കുന്ന ജോലികൾ വരെ ആരംഭിച്ചിട്ടുണ്ട്. അടിപൊളി. ഇന്ന് ഏതായാലും പണിക്കാർ ഭക്ഷണം കഴിക്കാൻ പോയ സമയം തോന്നുന്നു, ആരുമില്ല. അതുകൊണ്ട് വീഡിയോ നല്ല ഉഷാറായിട്ട് എടുക്കാം കേട്ടോ. ഇതൊക്കെ ഇവിടെ ഈ ബോക്സ് ഗാർഡറിൻ്റെ മുകളിൽ ഇത്രയും ഭാഗം സ്ലാബ് വെച്ചിട്ട് പിന്നെ ഇവിടെ ഒരു പീസ് ഉണ്ട് കേട്ടോ. ആ പീസ് അവിടെ സ്ലാബ് മൊത്തം മാർക്കാണ്. 11 ഇഞ്ച് കനത്തിലാട്ടോ സ്ലാബ് ആക്കുന്നത്. നമ്മുടെ ഈ സ്ലാബ് 5 ഇഞ്ച് കനമുണ്ട്, അതിൻ്റെ മുകളിൽ ഇനി 6 ഇഞ്ച് കനമുണ്ടാവും. അതിൻ്റെ ഇടയിലുള്ള ഒരു കോൺക്രീറ്റ് ഉണ്ടായിരുന്നു സ്ലാബ് വെച്ചതിൻ്റെ കേബിൾ, അതൊക്കെ ഇതിൻ്റെ മുമ്പ് ചെയ്തുല്ലേ. വളരെ സ്പീഡിലാട്ടോ പുറക്കാട്ടിരി ഇവിടെ ഭാഗത്ത് വർക്ക് നടക്കുന്നത്. ഇവിടെ കമ്പി കെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗം ഫുള്ള്. ഇനി ഇത് മൊത്തത്തിലങ്ങോട്ട് ഈ റോഡ് പഴയ പാലവുമായിട്ട് ലെവലിൽ അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്യാം. പിന്നെ മൊത്തത്തിലൊരു ടാറിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. അങ്ങനെ ഇത് 5 വരി പാതയായിട്ട് മാറും കേട്ടോ. അവിടെ 5 വരി പാതയായിട്ട് തന്നെ അങ്ങനെ നിലനിർത്തും. പിന്നീട് ഭാവിയിൽ സർവീസ് റോഡും പാലത്തിലൂടെയുള്ള സർവീസ് റോഡും അങ്ങനെയുള്ളതൊക്കെ ഭാവിയിൽ പിന്നീട് അങ്ങനെയാണെന്നുള്ള ആ ഭാഗത്ത് ഇതുപോലെ ഒരു പാലം കൂടിയൊക്കെ വരേണ്ടി വരും. അങ്ങനെയൊക്കെ സർവീസ് റോഡൊക്കെ കൊള്ളിച്ചുകൊണ്ടുള്ള ഭാവിയിലുള്ള വർക്കിന് കണക്കായിട്ടാണ് ഒരു പാലം കൂടി ഇപ്പോൾ തൽക്കാലം നിർമ്മിക്കുന്നത്. മലപ്പുറം ഭാഗത്തൊക്കെ 2 പാലത്തിലവിടെ നിർത്തിക്കാണ്ട്, ഒരു പഴയ പാലും ഒരു 3 വരി പാതയുടെ ഇതും, അങ്ങനെ ഒരു 5 വരിയിലൊക്കെയാണ് പല ഭാഗങ്ങളിലും അവിടെയൊക്കെ ഇനി വർക്ക് നടക്കാനുണ്ടാകും. ഇവിടെ സ്ലാബ് വാർത്ത് വെച്ചതിൻ്റെ മുകളിൽ കമ്പി കെട്ടാൻ തുടങ്ങുന്നേ ഉള്ളൂ. കമ്പികളൊക്കെ ഇട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് 2 3 സെക്ഷനായിട്ടാണ് ഇത് വരുന്നത്. 10 അടി നീട്ടം, 5 അടി 6 അടി വീതി, അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് സ്ലാബ് വരുന്നത്. അങ്ങനത്തെ 3 സ്ലാബ്, 3 വരിപ്പാതൊക്കെ അത് മതി കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. 3 വരിപ്പാതിൻ്റെ വീതി ഉഷാറായിട്ടുണ്ട്. അതിൻ്റെ പാലത്തിൻ്റെ സൈഡിൽ കൂടി ഫുട്പാത്ത് വരുന്നുണ്ട് കേട്ടോ. കേട്ടോ, ക്രാഷ് ബാരിയർ ഡബിളായിട്ട് വരും അവിടെ. ഫുട്പാത്ത് 1 മീറ്റർ 1.20 ഉണ്ടാവുള്ളൂ, അത് മതിയല്ലോ. ഇവിടാണ് നമ്മുടെ ഗാർഡറിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് അവർ സ്ലാബ് വെക്കുന്നില്ല. മൊത്തത്തിൽ നമ്മുടെ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ മൊത്തത്തിലൊരു പിടുത്തത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ 2 തലക്കൽ അവർ സ്ലാബ് വാർക്കുന്നത്. മൊത്തത്തിൽ വാർക്കാട്ടോ. ഇവിടെ ഈ ഭാഗത്തേക്ക് ഈ പീസ് റെഡിമെയ്ഡ് വെക്കുന്നില്ല. അവിടെ നമ്മുടെ പ്ലൈവുഡ് ഷീറ്റ് അടിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ നല്ല കുത്തുവർക്കുകളൊക്കെ നടത്തുന്നുണ്ടാവില്ലേ, അതൊക്കെ പിന്നെ എങ്ങനെ എടുക്കുക? പോയതിൻ്റെ നടുക്കുന്നത് അതൊക്കെ ശരിക്കും നമ്മുടെ ഡാക്ക് ഷീറ്റ് വെച്ചാൽ പോരെ, പിന്നെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒക്കെ അവരുടെ ഓരോരോ തന്ത്രങ്ങളാണ്. നേരത്തെ കാണിച്ച ഇതിൻ്റെ നടുക്കുള്ള കോൺക്രീറ്റ് ഈ ഹോൾസ് ആട്ടോ, അതായത് നമ്മുടെ ഗാർഡറിൻ്റെ മുകളിലുള്ള ആ കമ്പി കൊള്ളാനുള്ള ആ ഹോൾസിൻ്റെ ആ ഒരു ഭാഗമാണ് അവർ ഈ സൈഡിലായിട്ട് കോൺക്രീറ്റ് ചെയ്തത്. 1 2 3 സ്ലാബ് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഗ്യാപ്പാണ് അവർക്ക് കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. അത് ഷീറ്റ് വെച്ചിട്ടാണ് അവർ കോൺക്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ കുറേ കൂടുതൽ സ്ലാബുകൾ ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അത് ഒക്കെ കോരപ്പുഴ ഭാഗത്തേക്ക് കൊണ്ടുപോകണം. അവിടെ ബോക്സ് ഗാർഡർ ഫൈനൽ ഘട്ടത്തിലേക്ക് ആയിക്കൊണ്ട് കേട്ടോ എടുത്ത് നിൽക്കുന്നത് ഭാഗങ്ങൾ.
ലൈറ്റൊക്കെ ഇതാ രാത്രിയിൽ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം വർക്കാട്ടോ. അപ്പോൾ ജോലിക്കാർക്ക് ഓവർ ടൈം വർക്കുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് രാത്രി പിന്നെ അതുപോലെ ചില നേരം കോൺക്രീറ്റ് ചെയ്യുന്നതിന് നേരം പെയ്യാതൊക്കെ ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകത ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈറ്റൊക്കെ ഇവിടെ ഉണ്ട്, ജനറേറ്റർ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. കമ്പികളൊക്കെ ലോഡ് കണക്കിന് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അവിടെ ബാക്കിൽ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ സെക്യൂരിറ്റീൻ്റെ ചെറിയൊരു കണ്ടെയ്നർ ഓഫീസുണ്ട് അവിടെയാണ് ഇവിടുത്തെ സെക്യൂരിറ്റി നിൽക്കുന്നത്. ഏതായാലും നമ്മുടെ ഈ ഒരു വീതി കാണുമ്പോൾ നല്ല ഹരല്ലേ, എത്ര വീതിയിലാണ് വരുന്നല്ലേ. ഇവിടെയൊക്കെ 3 പാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചിലവുള്ള പരിപാടി തന്നെയല്ലേ. ആ ചിലവിനനുസരിച്ചിട്ട് ഓരോ ടോൾ ഗേറ്റും നല്ല മുതലാക്കുന്നുണ്ട് കേട്ടോ. കോഴിക്കോട് ടോൾ ഗേറ്റിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഈ NH-66 ഏറ്റവും കളക്ഷൻ വരുന്ന ടോൾ ഗേറ്റ് കോഴിക്കോട് ടോൾ ഗേറ്റ് കേട്ടോ. അങ്ങനെയാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. അത് സാധ്യത വളരെ കൂടുതൽ. എന്താ വെച്ചാൽ നമ്മുടെ ഒരുപാട് വയനാട്, മലപ്പുറം എല്ലാ ജില്ലകളും ഒക്കെ ഇറങ്ങി വരുന്ന ഒരു ഏരിയ അല്ലേ. അതുകൊണ്ട് തന്നെ കോഴിക്കോടാണ് കൂടുതൽ കളക്ടിവിറ്റി ഉണ്ടാകുന്ന. അപ്പോൾ ആ പൈസകളൊക്കെ നമുക്ക് ചിലവാകുന്ന പൈസയൊക്കെ അവർ പെട്ടെന്ന് മുതലാക്കും കേട്ടോ. ടോളിനെതിരെ കുറേ ആൾക്കാരൊക്കെ എതിരുകളൊക്കെ ഉണ്ട്. അതിങ്ങനെ കമൻറ്റിൽ അങ്ങ് ഇടാന്നല്ലാതെ അതൊന്നും പ്രായോഗികമാവില്ല. ഇവരത് അവസാനം വരെ എന്തായാലും വാങ്ങും. 15 കൊല്ലം ഇവരുടെ ഗ്യാരണ്ടിയാണ് ഈ റോഡിന്. എന്തെങ്കിലും പറ്റിയാൽ ചെയ്തു കൊടുക്കുക. ആ കരാറിലാണ് കമ്പനിയൊക്കെ നിർമ്മാണം ആരംഭിച്ചത്. ഭാരത് മാല പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന ഈ റോഡ് 645 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്നത് കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ പൂളാടിക്കുന്ന് ബ്രിഡ്ജ്. ഒരു 800 മീറ്ററോളം നീളത്തിലുള്ള നല്ലൊരു ഫ്ലൈ ഓവറാണത്. ഫ്ലൈ ഓവറിൻ്റെ സൈഡിലൂടെയുള്ള റോഡുകളൊക്കെ വളരെ വീതി കുറഞ്ഞ റോഡുകളാണ് വരുന്നത്. വൺ വേ കർശനമായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു സ്ഥലമാണ് ഫ്ലൈ ഓവറിൻ്റെ സൈഡിലുള്ള സർവീസ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ സർവീസ് റോഡ് ഒരു കാറ് പോയാൽ തന്നെ ഒരു ബൈക്ക്, ഒരു കാറും കൂടി ഇങ്ങനെ അങ്ങോട്ട് വലിയ വാഹനം പോയാൽ ഒരിക്കലും ഒരു കാറും കൂടി വരാൻ പറ്റില്ല. ആ തോതിലാണ്. ഇവിടെയൊക്കെ ഒന്ന് കണക്ഷൻ റെഡിയാക്കാനുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി റോഡൊക്കെ ഒന്ന് ടാറിങ് ചെയ്താൽ ഇത് മൊത്തത്തിൽ വീതിയുള്ള ഒരു കാഴ്ച നമുക്ക് വർക്ക് കഴിയുമ്പോൾ കാണാം അല്ലേ. അടിപൊളിയായിരിക്കും. ഇവിടെയൊക്കെ കുറേ ആയിട്ടോ വർക്ക് കഴിഞ്ഞിട്ട്. നമ്മുടെ ക്യാമ്പ്സിൻ്റെ വർക്ക് അവർ ഉഷാറായിട്ട് ഫിനിഷ് ചെയ്തിട്ട് കുറേ ആയി. എന്നാലും ചില്ലറ വർക്കുകൾ KNRCL അതുപോലെ കൂരിയാട് വർക്കൊക്കെ എത്ര പെട്ടെന്നാണ് ഫിനിഷ് ചെയ്തത്. ക്യാമ്പ്സി കുറേ കാലമായി ബാക്കിയുള്ള വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്തിട്ട് 3-4 പാലത്തിൻ്റെ മുകളിൽ കെട്ടിത്തിരിയാണ്. പുറക്കാട്ടി, കോരപ്പുഴ, അതുപോലെ നമ്മൾ അറപ്പുഴ, ഈ 3 പാലത്തിൻ്റെ മുകളിൽ അവർ കെട്ടിത്തിരിയുന്നുണ്ട്. ഈ പാലത്തിൻ്റെ വർക്ക് ഏകദേശം കഴിയാറായല്ലോ. ഇനി കോരപ്പുഴ കഴിഞ്ഞിട്ടായിരിക്കും അറപ്പുഴ ഭാഗത്തേക്ക് നീങ്ങട്ടോ. പിന്നെ നമ്മുടെ ഹൈലൈറ്റ് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക്, അവിടെ പാറ കണ്ട് കേട്ടോ. പാറ കട്ട് ചെയ്ത് മാറ്റാനൊക്കെ കുറച്ച് പണിയുണ്ട്. അതൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് മാസങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മളെ രാജസ്ഥാൻ ദുർഗേഷ് ഭായിനെ ഏൽപ്പിക്കണം. മൂപ്പര് കേബിൾ കട്ടർ കൊണ്ടുവന്നിട്ട് അത് കട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ. പണിക്കാരൊക്കെ വരാൻ തുടങ്ങിയല്ലോ. ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് അവർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ പുറക്കാട്ടിരി ഭാഗത്തെ കാഴ്ചകൾ, വിശേഷങ്ങൾ. ഇപ്പോഴത്തെ ക്രാഷ് ബാരിയറൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് മറഞ്ഞിരിക്കണ മാതിരിയൊക്കെ തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് മണ്ണിട്ട് നികത്തിയൊരു ഏരിയ ആണ് ഇതൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.